ലെറ്റ്സ് ഗോ. സുന്ദരിയുണ്ട് കേട്ടോ. അപ്പാപ്പനെ ഏൽപ്പിച്ചു ഞാൻ. ഹലോ, അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളിതാ ഇന്ന് ഒരു യാത്ര പോവാണ്. നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വട്ടം ട്രെയിൻ കാണിക്കാൻ പോയപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹം ട്രെയിനിൽ കയറി പോകണമെന്ന്. അപ്പോൾ ആ ആഗ്രഹം പെട്ടെന്ന് അങ്ങ് സാധിപ്പിച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളൊരു ദിവസം പ്ലാൻ ചെയ്തു കേട്ടോ. ഇന്ന് August 15th ആണ്. അപ്പോൾ ആർക്കാർക്കും പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നത്തേക്ക് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ഡിവൈനാണ് ചെയ്തത് കേട്ടോ. എനിക്ക് ട്രെയിനിനെ പറ്റി പ്രത്യേകിച്ച് അറിയില്ല. ഞാൻ അധികം പോയിട്ടുമില്ല. വളരെ ചെറുപ്പത്തിലെ 1-2 വട്ടം പോയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഡിവൈനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ബാക്കി എന്താണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡിവൈൻ്റെ ഗൈഡൻസിലാണ് ഞങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 11:30ക്കാണ് നമ്മുടെ ട്രെയിനിൻ്റെ അറൈവൽ. അപ്പോൾ നമ്മൾ ഒരു 11:15 ആകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്താവുന്ന പോലെയാണ് പോയത്. അപ്പോൾ കുറച്ച് നേരം കുട്ടികൾക്ക് ആ റെയിൽവേ സ്റ്റേഷനും ആ പരിസരമൊക്കെ കണ്ട് നിന്ന് ഒന്ന് വരുമ്പോഴത്തേക്ക് നമ്മുടെ ട്രെയിൻ വരുമല്ലോ എന്നുള്ള പ്ലാൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലെ അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ അനൗൺസ്മെൻറ്റൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ്. നമ്മുടെ ഏകദേശം ആ ബോഗിയുടെ അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചൻ നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ ഞാൻ എടുത്ത് കൈപ്പിടിച്ചു. അപ്പാപ്പൻ്റെ കൂടെ പാച്ചു ഡോൺചേൻ്റെ കൈപ്പിടിച്ച് തോന്നു നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ട്രെയിൻ വന്ന് പോകുമ്പോഴും പിള്ളേരുടെ എക്സൈറ്റ്മെൻ്റ് ഒന്ന് കാണേണ്ടതായിരുന്നു കേട്ടോ. ചാച്ചി പറ. അങ്ങനെ 1-2 ട്രെയിന് ടാറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കും മതിയായിട്ടോ. ഞങ്ങളങ്ങനെ സേഫായിട്ടൊരു സ്ഥലത്തേക്ക് ഇരുന്നു. സേഫായിട്ടെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ബേക്കറി ഐറ്റംസ്, മിഠായി, ലേസ് അങ്ങനെയുള്ള ഷോപ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത, ഇവരുടെ കണ്ണിൽ പെടാത്ത രീതിയിലൊരു സ്ഥലത്ത് പോയിട്ടിരുന്നു. കാരണം അതൊക്കെ കണ്ട അപ്പോൾ പലതും ഇവർക്ക് ആവശ്യങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി നീങ്ങി ഞങ്ങളിരുന്നു. Come on train. I'm waiting. ത്രീ-ടയർ AC ആണ് കേട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പിള്ളേരെയൊക്കെ കയറ്റി ഞങ്ങളെന്താ കയറുകയാണ്. തോമും പാച്ചു ഫുൾ ഓൺ എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്ക് തോന്നുന്നു തോമുനാണ് കുറച്ചും കൂടി എക്സൈറ്റ്മെൻ്റ് ആയിരുന്നത് കേട്ടോ. അങ്ങനെ സീറ്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം എന്നുള്ളതായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പം അത്യാവശ്യം വേക്കൻ്റ് ആയിരുന്നു. അപ്പോൾ TT നമുക്ക് കറക്റ്റ് സീറ്റൊക്കെ ഒപ്പിച്ചു തന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അവർ ക്ലീനിങ് ഒക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റിലേക്ക് ഞങ്ങളിതാ മാറി ഇരുന്ന് സെറ്റിലായി. പിതാജി ഇഷ്ടായ പാച്ചുവിന്റെ പാച്ചു പോയിട്ടില്ല. സന്തോഷായ ബാച്ചു? ഹാപ്പിയാണോ?
അവരുടെ സന്തോഷം കണ്ടോ. പക്ഷേ ഒരുപാട് സംശയങ്ങളായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ കുഞ്ഞിലെ ട്രെയിൻ എങ്ങനെയാണ് പോവുക, ചുക്കു 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 എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ. അപ്പോൾ ഇവർ കയറുമ്പോൾ ചുക്കു ചുക്കു കേൾക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ട്രെയിനിൽ അങ്ങനെ ചുക്കു ചുക്കു എന്നൊന്നും കേൾക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 2 പേരും ഇരുന്ന് പാല് കുടിക്കുകയാണ്. അപ്പം അവരവരുടേതായ കുറേ ആക്ടിവിറ്റീസ്, അവരവരുടേതായ കുറേ സംശയങ്ങളും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുകളിൽ ബെർത്ത് കണ്ടപ്പോൾ പാച്ചുവിനെ ജസ്റ്റ് അവിടെ ഇരുത്തി. പക്ഷേ എനിക്ക് പേടിയാണ് അങ്ങനെ ചോർന്ന് പോകുന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ട്രെയിനിൽ കയറുമ്പോൾ ചായ കുടിക്കുക എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയാണ്. അപ്പോൾ നല്ല മസാല ടീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ ചായ കുടിച്ചു. അപ്പോൾ തോമോന് ഇതേ മുകളിലത്തെ ബെർത്തിൽ കയറ്റി ഇരുത്തിയേക്കാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ചെറുതായിട്ടൊന്ന് ബോറടിക്കാൻ തുടങ്ങി. ആദ്യത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഓടണം, അങ്ങനെയുള്ള കാര്യങ്ങളായി. അപ്പം ഞങ്ങളിങ്ങനെ എങ്ങനെയെങ്കിലും അവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ആലുവയിലേക്കാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആലുവ സ്റ്റേഷൻ എത്തി. ആലുവയിൽ ഇറങ്ങിയിട്ട് നമുക്കിനി മെട്രോയിൽ പോകണം. കാരണം നമുക്കിന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യങ്ങൾ ട്രെയിനിൽ പോകണം, മെട്രോ ട്രെയിനിൽ പോകണം, വാട്ടർ മെട്രോയിൽ പോകണം, ഓട്ടോ, ബസ്, ഇതൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ആലുവയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് മെട്രോയിൽ പോവാം എന്നുള്ള പ്ലാനാണ്. കാരണം മെട്രോയിൽ കുറച്ച് സമയം കിട്ടണമെങ്കിൽ ആലുവ സ്റ്റേഷനിൽ നിന്ന് കയറിയിട്ട് നമുക്ക് ഷീമാട്ടിയുടെ ആ ഒരു ഏരിയയിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് കേട്ടോ. ആലുവ പോയിട്ട് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനും വിരലിൽ എണ്ണാവുന്ന തവണയും ഞങ്ങളെല്ലാവരും പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമുക്കിനി മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ അത് നമുക്ക് ഓട്ടോയിൽ പോകണോ, ബസ്സിൽ പോകണോ, ഊബറിൽ പോകണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിള്ളേർക്ക് ബസ്സിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് ബസ് കൺവീനിയൻ്റ് ആയിട്ട് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം എന്നാൽ ശരി ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 ഓട്ടോ, ആദ്യത്തെ ഓട്ടോയിൽ ഞാനും മമ്മിയും ഡാഡിയും പാച്ചും, ബാക്കിൽ ടോൺ ചേട്ടനും ഡിവൈനും പിള്ളേർസും ഉണ്ട് കേട്ടോ. അപ്പോൾ പാച്ചു വണ്ടി കയറിയപ്പോൾ തൊട്ട് തോമുനെ കാണാത്തതിൻ്റെ സങ്കടമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ മെട്രോ സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ കണ്ടിട്ട് വന്ന് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവർ നമ്മുടെ വയനാടിൻ്റെ റീബിൽഡിന് ധനസഹായത്തിനായിട്ട് അവരൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും, ആ വഴി വരുന്ന എല്ലാവർക്കും ഒരു ഗ്ലാസ് പായസമാണ് അവർ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട്, അതൊരു ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അവർ 30 വീട് വയനാടുള്ളവർക്ക് പണിത് കൊടുക്കാം എന്നുള്ളൊരു ക്യാമ്പയിനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആഴ്ച മുഴുവൻ അവർ ആ ഒരു പരിസരത്ത് ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ ആ ഒരു പരിസരത്തിൽ പോയാൽ നിങ്ങൾക്ക് അവർക്ക് ആവശ്യമുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങളിതാ മെട്രോ സ്റ്റേഷനിൽ കയറി ഡാഡിയും പാച്ചും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ടിക്കറ്റ് എടുക്കണം നോക്കിയിട്ട് നിന്നേ തോമോ. ഇല്ല, ടിക്കറ്റ് എടുക്കണ്ടെന്ന്. MG റോഡിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് 15 സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ചധികം ഡ്യൂറേഷൻ നമുക്ക് മെട്രോൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ അകത്തേക്ക് കിടക്കുകയാണ്. മമ്മി ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ മെട്രോയിൽ വരുന്നത്. ദുബായിൽ കയറിയിട്ടുണ്ട്, പക്ഷെ നാട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു അബദ്ധം പറ്റിയതാണ് കണ്ടോ. തോമു ജസ്റ്റ് അതൊന്ന് ഓടിയതാണ്, നേരെ അത് മുഖത്ത് വന്ന് ഇടിച്ചു. ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഞങ്ങളും പേടിച്ചു പോയി. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ അവൻ ഓക്കെ ആയി, സെറ്റിലായി. അങ്ങനെ നമ്മൾ ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്യാണ്. ചാക്കോച്ചനും അപ്പനും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാച്ചുവും എന്തോ കരച്ചിൽ കഴിഞ്ഞ് ശോകമായിട്ട് ഇരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന് വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അകത്ത് കയറിയപ്പോൾ മൂഡൊക്കെ ആകെ മാറി, ഹാപ്പി ആയിട്ടോ.
Please mind the gap between the train and the platform. Platform number train Bacu? Bacu? Dadah. ഞാനൊക്കെ തന്നെ പിടിച്ചിരുത്തിയേക്കാണ് കേട്ടോ. കുറച്ച് നേരം സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് മടുപ്പായി. അവന് നടക്കണം, ഓടണം. മാത്രമല്ല നമ്മുടെ ആ ഡോറുള്ള കാരണം ഓരോ സ്റ്റേഷനിൽ നിന്ന് തുറക്കുമ്പോൾ പുറത്തേക്ക് പോയി വരാൻ നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒക്കത്തെടുക്കുന്നതാണ് സേഫ് എന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം ഒക്കത്തെടുത്ത് നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിവൈൻ്റെ മടിയിലേക്ക് കൊടുത്തു. തോമു അപ്പോഴും അങ്ങനെ നിന്ന് കാണുകയാണ് കേട്ടോ. ലുലു കാണുന്നുണ്ട്. പോകുന്ന വഴിയിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പാച്ചുവിന് ഈ ഒരു ആക്ടിവിറ്റിയാണ് ആ ട്രെയിനിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ആ ഇതിൽ കിടന്ന് തൂങ്ങുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നേരം അവർ ആ ഓപ്പോസിറ്റ് ട്രെയിനൊക്കെ വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഡാഡിയുടെയും മമ്മിയുടെയും കൂടി ഇരുന്ന് കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഡോൺ ചേട്ടൻ ചാക്കോച്ചനിരുത്തി കൊഞ്ചിക്കുകയാണ്. തോമു ആണെങ്കിൽ ഇപ്പോൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. പാച്ചു നേരെ ഡോൺ ചേട്ടൻ്റെ തോളത്ത് പോയി കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്നേഹപ്രകടനമാണ്. നമ്മളെ അങ്ങ് തിന്ന് കളയുമെന്ന് തോന്നും. അതുപോലെയാണ് പാച്ചുവിനിങ്ങനെ സ്നേഹം മൂത്ത് വന്നാൽ കാണിക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊരു ടൈപ്പാണ്. ആ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് സ്നേഹം കാണിച്ച് എൻ്റെ മുടിയൊക്കെ ഭദ്രകാളിയെ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയാൽ മതി എന്നായി കേട്ടോ. കാരണം പിള്ളേർക്കും കുറച്ച് പോറടിച്ച് തുടങ്ങി. അവർക്കും ഇരുന്നോർത്തിരിക്കാൻ വയ്യാണ്ടായി തുടങ്ങി. അവർക്ക് എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ള ചിന്തയായി. അങ്ങനെ നമ്മളിതാ MG റോഡിലെത്തി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് കണ്ടുകൂടാ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു കേട്ടു ഇവിടുത്തെ മീൽസൊക്കെ അടിപൊളിയാണെന്നുള്ളത്. ഇത് ശരിക്കും ഷീമാട്ടിയുടെ സൈഡിലൊരു സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഷീമാട്ടി പോവുകയാണെങ്കിൽ ഷീമാട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. കഫേ മാട്ടി എന്നാണ് ഇതിൻ്റെ പേര്. ഷീമാട്ടിയിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അത്രയും തിരക്കാണ്. ജസ്റ്റ് ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് കടക്കാനൊരു സ്പേസ് ഉണ്ട് കേട്ടോ. പുറത്തുനിന്നുള്ളവർക്ക് വന്ന് കഴിക്കാം. അപ്പോൾ ഞങ്ങളിതാ കയറാണ്. ആംബിയൻസ് തന്നെ അടിപൊളിയാണ്. ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു തീമാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൽസാണ്. എല്ലാതരം ഫുഡും ഉണ്ട്, എന്നാലും ഇവരുടെ ഹൈലൈറ്റ് മീൽസാണ്. ഫിഷ് മീൽസ്, മട്ടൺ മീൽസ്, ചിക്കൻ മീൽസ്, വെജിറ്റേറിയൻ മീൽസ്, അങ്ങനെ പലതരം മീൽസ് കോമ്പിനേഷൻ മീൽസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മമ്മിയും കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു നല്ലൊരു മീൽസ് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫിഷാണ് ഇഷ്ടം. ഞാൻ ഫിഷ് മീൽസ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു ചിക്കൻ മീൽസ് ഓർഡർ ചെയ്തു. 2 വെജ് മീൽസ് ഓർഡർ ചെയ്തു. ഒരു മട്ടനും ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. പക്ഷേ ഞാൻ പറയട്ടെ, ഏറ്റവും അടിപൊളിയായിട്ടുണ്ടായിരുന്നത് വെജിറ്റേറിയൻ മീൽസ് ആയിരുന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 3 ടൈപ്പ് റൈസ് ഉണ്ടായിരുന്നു. ലെമൺ റൈസ്, പിന്നെ ഒരു ബിരിയാണി റൈസ്, നോർമൽ റൈസ്, പിന്നെ കേസരി ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കാര്യങ്ങളുണ്ടായിരുന്നു. മറ്റേ വെജിറ്റേറിയൻ മീൽസിൽ ചപ്പാത്തിയും ഉണ്ടായിരുന്നു എക്സ്ട്രാ കേട്ടോ. ഫിഷ് മീൽസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും ബാക്കിയൊക്കെ കോമൺ മീൽസിലുള്ള കറികളും കേസരിയും ഒക്കെ. മട്ടണിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മട്ടൺ കറി ഉണ്ടാവും. ചിക്കൻ മീൽസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ടാവും. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായതും അടിപൊളിയായിട്ട് തോന്നിയതും നമ്മുടെ ഈ വെജിറ്റേറിയൻ മീൽസാണ് കേട്ടോ. ശരിക്കും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി ഇരുന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റായിരുന്നു. അതുമാത്രമല്ല കറികളും അതെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സാമ്പാർ, പരിപ്പ് കറി, ബീട്രൂട്ട് ഉപ്പേരി, മോര്, പിന്നെന്തായിരുന്നു രസം. രസം നല്ല കിടുക്കാച്ചി രസമായിരുന്നു. ഇപ്പോഴും എനിക്കത് പറയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ നാവിൽ വരികയാണ്. നല്ല ഓത്തൻറ്റിക് ടേസ്റ്റായിട്ട് അടിപൊളിയായിരുന്നു. പാച്ചുവും കുറച്ച് ചോറുണ്ടു കേട്ടോ. അവിടുന്ന് മീനൊക്കെ കൂട്ടി പാച്ചുവും ചോറുണ്ടു. അവരുടെ സർവീസും ക്ലെൻലിനെസ്സൊക്കെ ഇമ്പ്രസീവായിരുന്നു, നല്ലതായിരുന്നു. ഞങ്ങൾക്ക് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റി. മാത്രമല്ല നമ്മൾ ഇത്രയും ആളുള്ളത് കൊണ്ട് അവർ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തരികയും ചെയ്തു കേട്ടോ. മാത്രമല്ല ഇത് അഫോർഡബിളും ആണ്.
എല്ലാ മീൽസിനും അവിടെ 150 റുപ്പീസാണ്. വെജിറ്റേറിയൻ മീൽസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻ മീൽസിനാണെങ്കിലും 150 റുപ്പീസാണ്. പിന്നെ സ്പെഷ്യൽ മീൽസ് ഉണ്ട് കേട്ടോ, അതിനെന്തോ കുറച്ച് റേറ്റ് എന്തോ കൂടുതലുണ്ട്. ഞങ്ങൾ സ്പെഷ്യൽ മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങൾ ഈ ചിക്കൻ ഫിഷ് അങ്ങനത്തെ മീൽസാണ് ഓർഡർ ചെയ്തത്. ഇഷ്ടംപോലെ കറികളും റൈസും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ട്. ഡിവൈൻ ആ വെജിറ്റേറിയൻ മീൽസും ലെമൺ റൈസും ഒരുപാടങ്ങ് ഇഷ്ടമായി. ഡിവൈൻ പറയായിരുന്നു ശരിക്കും അവർ തമിഴ്നാട്ടിലുണ്ടായിരുന്ന സമയത്ത് കഴിച്ച അതേ ഒരു ഫ്ലേവർ, അതേ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഡിവൈനും ഭയങ്കര ഇഷ്ടമായി. മമ്മിക്ക് പിന്നെ ആസ് യൂഷ്വൽ ഈ മീൽസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഡാഡിക്കും ചേട്ടനൊക്കെയാണ് അങ്ങനെ മീൽസിനോട് വലിയ താല്പര്യമില്ലാത്ത ആൾക്കാർ. പക്ഷേ ഇന്ന് ഞാൻ മീൽസ് ഇത്രയും ആസ്വദിച്ച് കഴിച്ചിട്ട് എത്രയോ നാളുകളായി. അത്രയും ഇഷ്ടപ്പെട്ട് കഴിച്ചു. എനിക്കിഷ്ടമുള്ള കറികളായിരുന്നു എല്ലാതും. പിന്നെ ബിരിയാണിയും നല്ലതായിരുന്നു. ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് ചെറിയ ചെറിയ പോർഷനായിട്ട് കഴിച്ചു. എൻ്റെ തട്ട് കണ്ടോ, ക്ലീൻ തട്ടായി, ഒന്നും ബാക്കിയില്ല. അത്രയും ടേസ്റ്റിൽ കഴിച്ചു. ലാസ്റ്റ് ഈ മോരും കുടിച്ചു. ഈ മോരിന് വരെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു, നല്ല റിച്ച് ഫ്ലേവറായിരുന്നു. നമ്മൾ പൊതുവേ മീൽസിൽ തരുന്ന മോരെന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളമായിരിക്കും, പക്ഷേ ഇത് അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഈ കേസരിയും നല്ല ടേസ്റ്റി ആയിരുന്നു. അച്ചാറും ഒന്നും പറയാണ്ടിരിക്കാൻ വയ്യ. എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയാണെന്ന് തന്നെ പറയാം. അത്രയും ടേസ്റ്റായിരുന്നു. മമ്മി വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര സാറ്റിസ്ഫാക്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഉറക്കം പാസ്സാക്കിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോഴാണ് പറഞ്ഞത് അവിടുത്തെ സ്പെഷ്യലാണ് കുംഭകോണം കോഫി. എന്തായാലും ഉറക്കം മാറ്റാൻ ഒരു കോഫി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ കോഫിയും ഓർഡർ ചെയ്തു. കോഫി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു കോഫി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കോഫി ലവേഴ്സ് ആവും കേട്ടോ. അത്രയും ടേസ്റ്റാണ് ഈ ഒരു കോഫിക്ക്. നമ്മൾ യൂഷ്വലി കഴിച്ചു വരുന്ന കോഫിയുടെ ഫ്ലേവറൊന്നും അല്ലായിരുന്നു. ഞങ്ങളങ്ങനെ കോഫിയും കുടിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ഇഷ്ടംപോലെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കൗണ്ടർ ഫുള്ളായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല, കാരണം നമ്മൾ മീൽസൊക്കെ കഴിച്ച് വയറ് ഫുള്ളാണല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഈ സ്പോട്ട് മറക്കണ്ട കേട്ടോ, നമ്മുടെ ശീമാട്ടിയുടെ തൊട്ടപ്പുറത്ത്. ഭയങ്കര ഒരുമയായിപ്പോയി. ഡോൺ ചേട്ടൻ ഇവിടുന്ന് ഒരു കാർ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഡോൺ ചേട്ടൻ വരുന്ന സമയത്ത് നമ്മൾ പിള്ളേരെയും കൊണ്ട് സേഫായിട്ട് ഇരിക്കാനായിട്ട് സെൻട്രൽ മോളിൽ സോഫ്റ്റ് പ്ലേയിൽ പോവാം എന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ അവിടെ എത്താറായപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ഒരു സോഫ്റ്റ് പ്ലേ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നിയർ ബൈ ഉള്ളത് ഒബ്രോൺ മോളാണ്, പക്ഷെ അതൊക്കെ 7 കിലോമീറ്റേഴ്സ് ദൂരെയാണ്. അപ്പോൾ നമുക്കത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വട്ടം കറങ്ങി ഡിവൈൻ്റെ പണ്ടത്തെ ഓഫീസിലൊക്കെ ആ ഒരു പരിസരത്തൊക്കെ ഓട്ടോയിൽ പോയിട്ട് ഞങ്ങൾ നേരെ ഇനി വാട്ടർ മെട്രോയിലേക്ക് ആവാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഫുൾ ലൈവായിരുന്നു. അപ്പോൾ തോമൂർ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓട്ടോയിലുള്ള യാത്രയുടെ ഇടയിൽ പാച്ചു ഉറങ്ങിപ്പോയി. ബൂസ്റ്റ് മാജിക്ക എന്ന് പറഞ്ഞത് ആ കുലുക്കി സർവത്ത് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് തോമു. പാച്ചു ഇറങ്ങിയ കാരണം എനിക്കൊരു ചെറിയ റെസ്റ്റായി, എനിക്ക് മാത്രമല്ല ഡാഡിക്കും. അങ്ങനെ ആ ഗ്യാപ്പിൽ ഞാൻ അവന് പാലൊക്കെ കൊടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്, കാരണം കാര്യമായിട്ട് ചോറൊന്നും അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡിവൈൻ എന്തോ കുലുക്കി സർവത്ത് കഴിച്ചു, ഞാൻ ബൂസ്റ്റ് കുലുക്കി കഴിച്ചു, മമ്മി ഉപ്പു സോഡ എന്തോ കഴിച്ചു, തോമൂന് പിന്നെ ഐസ്ക്രീം മതിയായപ്പോൾ അത് ഡാഡിക്ക് കൊടുത്തു. ഞാൻ കുടിക്കാൻ ഗ്ലാസ് എടുത്തപ്പോഴേക്കും നമ്മുടെ പാച്ചുവിൻ്റെ ഉറക്കം കഴിഞ്ഞ് പൂച്ചുറക്കമൊക്കെ കഴിഞ്ഞ് അവനെ എണീറ്റ് അവനും കുറച്ച് കുടിച്ചു കേട്ടോ. കൊടുക്കോ കൊടുക്കോ ഇഷു ശരിക്കും പറഞ്ഞാൽ പാച്ചുവിന് ഐസ്ക്രീമിൻ്റെ വലിയ ആവശ്യമില്ല. അവൻ പാലും കുടിച്ചു, കുറച്ച് എൻ്റെ നിന്ന് ആ ബൂസ്റ്റ് കഴിക്കുകയും ചെയ്തു. പക്ഷെ തോമു ഐസ്ക്രീം കഴിക്കാൻ കണ്ടപ്പോൾ അവൻ്റെ നിന്ന് കിട്ടാനൊരാഗ്രഹം,
അത്രേ ഉള്ളൂ. അവസാനം 2 പേരും കഴിച്ചില്ല, അത് ബാക്കി ഡാഡി കഴിച്ച് തീർത്തു. വാട്ടർ അങ്ങനെ മെട്രോ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് വാട്ടർ മെട്രോൻ്റെ ആ സ്റ്റേഷനിലേക്ക് പോവാണ്. ഡോൺ ചേട്ടൻ എത്തിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഡിവൈൻ ചാക്കോച്ചനായിട്ട് പോസ്റ്റായിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വാനന്മാർ പിന്നാലെ ഓടിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത എനർജി, ഓടടാ ഓട്ടോ ആയിരുന്നു. മമ്മി അപ്പോഴത്തേക്കും സൈഡായി അവിടെ കിടന്ന് ഉറക്കമായി കേട്ടോ. അപ്പോഴേക്കും ഡോൺ ചേട്ടനും എത്തി, നമുക്ക് പോകാനുള്ള സമയമായി. ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഡാഡി. കറക്റ്റ് സമയത്തേക്ക് ഡോൺ ചേട്ടനും എത്തി. നമ്മളിതാ ക്യൂവിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ട്രിപ്പ് അല്ല, നെക്സ്റ്റ് ട്രിപ്പ്, അതായത് അത് ഉണ്ടായിരുന്ന ട്രിപ്പിൽ ആൾക്കാർ ഫുൾ ഫില്ലാണ്. അത് കഴിഞ്ഞിട്ടുള്ള ട്രിപ്പിലേക്കാണ് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറേ പേരിങ്ങനെ ടൂറിസ്റ്റുകളാണ് കൂടുതൽ പേരും അവിടെ വന്നിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇനിയിപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ട്രിപ്പ് പോയി, ഇനി നെക്സ്റ്റ് ട്രിപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് കാണിക്കാൻ പറ്റുന്ന, പാച്ചുവിനും തോമോനും കാണിക്കാൻ പറ്റുന്ന മാക്സിമം കുരുത്തക്കേട് 2 പേരുടെ ഭാഗത്തുനിന്ന് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ചാക്കോച്ചന് പറ്റാവുന്ന രീതിയിൽ അവനും ഞങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടൈമായി, ഞങ്ങളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 96 പേരാണ് ഈ ബോട്ടിൻ്റെ കപ്പാസിറ്റി. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാണ്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. മെറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ഫെയർ. ഇവിടെ നമുക്ക് തോമനും പാച്ചുവിനും കൂടി ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. നമുക്ക് മറ്റേ മെട്രോയിൽ അവർക്ക് ഫ്രീ ആയിരുന്നു, ഇവിടെ പക്ഷേ ഫ്രീ അല്ല, 40 രൂപ തന്നെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഫൈനലി നമ്മളിതാ വാട്ടർ മെട്രോയിൽ കയറി. അപ്പം നമ്മുടെ പാസഞ്ചറായിട്ട് നമ്മുടെ സീറ്റിലുണ്ടായിരുന്ന ഒരു ഫോറിനർ ആണ് കേട്ടോ. അതായത് സാരിയൊക്കെ എടുത്ത് മലയാളി മങ്കയായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ടുള്ള ഒരു മദാമയായിരുന്നു. മെട്രോയിൽ കയറിയ ടൈമിങ് എന്തായാലും നല്ലതായിരുന്നു. ഒരുപാട് വെയിലൊന്നും ഇല്ലാണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാര്യം AC ആണെങ്കിലും നമുക്ക് കറക്റ്റ് ആ വ്യൂസ് അറിയണമെങ്കിൽ ആ ഒരു ലൈറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് വന്നാൽ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുമല്ലോ. കറക്റ്റ് ആ ഒരു സമയമായിരുന്നു. മമ്മി കണ്ട് ഇതാ ഉറക്കം തൂങ്ങി വീണു തുടങ്ങി. തോമു ഫുൾ ടൈം ആ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പാച്ചുവിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പാപ്പൻ്റെ മടിയിൽ കയറിയിരുന്നു. കാരണം പാച്ചുവിന് ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയം അതിക്രമിച്ച് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങാത്തതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫൊക്കെ അവന് വന്നു തുടങ്ങി. പക്ഷേ ഉറങ്ങണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവനെ നടത്തി കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മളിനി പോകുന്നത്, നമ്മളെന്തായാലും ഫോർട്ട് കൊച്ചിയിലെത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണെന്നുള്ളതല്ലേ. ഇനി നമുക്ക് മട്ടാഞ്ചേരിയിലേക്കാണ് പോകുന്നത്. മട്ടാഞ്ചേരി എന്തായാലും ഫോർട്ട് കൊച്ചി എത്തിയ നിലയ്ക്ക് കുരിയച്ചിൻ്റെ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഒക്കെയാണ് മമ്മിയുടെ ചൈൽഡ്ഹുഡ്. മമ്മി ചെറുപ്പത്തിലെ അപ്പാപ്പനും അമ്മയും ചേച്ചിമാരൊക്കെ ആയിട്ട് താമസിച്ചിരുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ അപ്പാപ്പൻ്റെ കട ഇവിടെയായിരുന്നു. അപ്പാപ്പന് പലചരക്ക് കടയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് ശരിക്കും ഞങ്ങളുടെ കുട്ടിക്കാലം തൊട്ട് പലവട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ മമ്മി ഈ വിശേഷങ്ങൾ പറയാറുണ്ട്. മമ്മിക്കൊരു സന്തോഷം, അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അങ്ങനെ ഞങ്ങളിതാ ഈ കുരിയച്ചൻ്റെ പള്ളിയിലേക്ക് പോയി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാറുള്ളൊരു പള്ളിയാണ്. അവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓട്ടോയിൽ, 2 ഓട്ടോ തന്നെയാണ് കേട്ടോ. മുമ്പത്തെ ഓട്ടോയിൽ ഡോൺ ചേട്ടനും ഡിവൈനും പിള്ളേരും പോയി, ബാക്കിൽ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് തിരിച്ച് നമ്മൾ വന്ന വഴിക്ക് പോയി. ഇവിടെ ജങ്കാറാണ്. ജങ്കാറൊക്കെ ഭയങ്കര കാര്യത്തിൽ കണ്ടു നിന്നു. നമ്മൾ ഓട്ടോ ഇറങ്ങിയിട്ടോ. ഇനി ഒരു ട്വിസ്റ്റ് വരാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും വന്നതല്ലേ, കുറച്ചൊന്ന് നടന്നിട്ട് പോവാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വെറുതെ, ഒരു കാര്യമില്ല, ശരിക്കും വന്ന വഴിക്ക് തിരിച്ച് മെട്രോയിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, വെറുതെ ഒന്ന് മുന്നിലേക്ക് നടക്കാം എന്ന് പറഞ്ഞിട്ട് പിള്ളേരെയും കൊണ്ട് ഞങ്ങളിതാ ഈ ഏരിയയിലേക്കൊക്കെ പോയപ്പോൾ അവിടെ ഫിഷ് ഫ്രഷായിട്ട് പിടിച്ച് നമുക്ക് വാങ്ങിച്ചാൽ വേണമെങ്കിൽ കുക്ക് ചെയ്ത് തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമില്ല, എന്നാലും വെറുതെ എന്തിനോ വേണ്ടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കൊരു കോള് വന്നത്. നോക്കിയപ്പോൾ ഡിംപിൾ റോസ് ടോണി എന്നുള്ള പേര് സേവ് ചെയ്ത നമ്പറിൽ നിന്നാണ് കോള് വരുന്നത്. അപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായില്ല എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ്. നോക്കിയപ്പോൾ
ബാഗ് ഞാൻ ഓട്ടോയിൽ മറന്നു വെച്ചു. ഭാഗ്യത്തിന് എൻ്റെ ഫോൺ അതിലുണ്ടായിരുന്നു. എൻ്റെ ഒരു സെക്കൻഡ് ഫോണുണ്ട്, അത് അതിലുണ്ടായിരുന്നു. ആ ചേട്ടൻ ആ ഫോണിൽ നിന്ന് ലാസ്റ്റ് ഡയൽ ചെയ്തിട്ടുള്ളത് എൻ്റെ നമ്പറിലേക്കായിരുന്നു. അത് പാച്ചിനോട് വേണം താങ്ക്സ് പറയാൻ. അവൻ എപ്പോഴോ അറിയാണ്ട് എൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കളിച്ചതാണ്. ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞു, ദേ ഇന്ന മാതിരി ബാഗ് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം അവിടെ പോയിട്ട് ജങ്കാറിൽ ഒരു ട്രിപ്പ് എൻ്റെ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഒരു കാര്യമില്ലാണ്ട് പോയിട്ട് വന്നു. അങ്ങനെ ഇതേ കളക്ട് ചെയ്തു. വരുന്ന വഴിക്ക് എല്ലാവരും എന്നെ പൊതിരെ ചീത്ത പറഞ്ഞു. സ്വാഭാവികം, ആകെ ഒരു കുഞ്ഞു ബാഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ എങ്ങനെയോ അത് മറന്നു വെച്ച് പോന്നു. എന്തായാലും കിട്ടി, അതന്നെ വലിയ കാര്യം. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നില്ല, എന്നാലും മറന്നു വെച്ച് പോരുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. അങ്ങനെ ഞാനൊന്നും മിണ്ടിയില്ല. എല്ലാവരും പറയുന്നത് കേട്ട് നിന്നു, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അങ്ങനെ ഒന്നും മിണ്ടാതെ ഞങ്ങളിതാ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്നു. മമ്മി മെട്രോയിലിരുന്ന് നല്ല ഉറക്കമൊക്കെ പാസ്സാക്കി. മാത്രമല്ല എന്നോടുള്ളൊരു കലിപ്പും ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനും ഒന്നും മിണ്ടാൻ പോയില്ല. സുഖമായിട്ട് മമ്മി കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഒരു ബസ് യാത്രയും കൂടി പെൻഡിങ് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഇനി നടക്കില്ല എന്നാണ് തോന്നണേ, കാരണം ഒത്തിരി ലേറ്റായി തുടങ്ങി. അപ്പോൾ എന്തായാലും വരുന്ന വഴിക്ക് ഒരു ചായയും കടിയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതേ ഓരോ ചായയും ഓരോ കടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, പിള്ളേർ സൂപ്പർ ടയേർഡാണ്, അവർ ഏത് നിമിഷവും ഉറങ്ങിപ്പോവും. അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഫ്രൈഡ് ചിക്കനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കഫേ മാറ്റിയിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഓപ്പോസിറ്റാണ് Koi.in ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഷോപ്പാണ്. അതായത് നമ്മുടെ തൊപ്പിവാപ്പയൊക്കെ അവരുടെ തന്നെയാണ് ഇത്. അപ്പോൾ ലാസ്റ്റ് ടൈം തൊപ്പിവാപ്പയിൽ പോയിട്ട് ഞാൻ ആ തൊപ്പിവാപ്പ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഫ്രൈഡ് ചിക്കനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവരുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല ഒരുപാട് കോംബോസ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് 799 ഒരു കോംബോ ആണ്. അതിൽ ഫ്രൈഡ് ചിക്കൻ, ബർഗർ, സാൻഡ്വിച്ച്, പിന്നെ ഒരു റോള്, അങ്ങനെ അത്യാവശ്യം നമുക്ക് 5 പേർക്കും പിള്ളേർക്കും വയറ് നിറച്ച് കഴിക്കാവുന്ന ഒരു കോംബോ, ജ്യൂസും മൊജിറ്റോസും ഒക്കെ ആയിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി. പലതരം കോംബോ മീൽസ് അവിടെ അവൈലബിൾ ആണ്. ഫ്രൈഡ് ചിക്കൻ്റെ പലതരം വെറൈറ്റീസ്, ബർഗേഴ്സ്, സാൻഡ്വിച്ചസ്, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചു. പിള്ളേരെയും കൊണ്ട് പോകാൻ പറ്റിയ സ്ഥലം, നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആംബിയൻസിലിരുന്ന് കഴിക്കണമെങ്കിൽ തൊപ്പിവാപ്പയുടെ തന്നെ ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അവിടേക്ക് നമുക്ക് ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യാം. പക്ഷേ ഇതാണ് ഞങ്ങൾക്ക് പറ്റിയ സ്ഥലം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് സമാധാനത്തിൽ ഷെയർ ചെയ്ത് എല്ലാം കഴിച്ചു. ഒരു KFCയിലും ചിക്കനിൻ്റെയും ഫ്ലേവർ അല്ല, പക്ഷേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. മാത്രമല്ല അഫോർഡബിളും ആണ്. നമ്മളൊരു 1500 ഒക്കെ ഒരു കോംബോ കഴിക്കുന്ന ഒരു പ്രൈസിൻ്റെ അത്രയും ക്വാണ്ടിറ്റി ഐറ്റംസ് നമുക്കൊരു 799 ഈ ഒരു കോംബോയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ടേസ്റ്റും അടിപൊളിയായിരുന്നു. ഫ്രൈഡ് ചിക്കൻ ആയതുകൊണ്ട് പിള്ളേരെ കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2 പേരും അത്യാവശ്യം കഴിച്ചു. ഞാൻ ലെസ് സ്പൈസി ആയിട്ട് അവർക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് കസ്റ്റമൈസ് ചെയ്ത് അവർ ചെയ്തു തന്നു. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇഷ്ടത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചു. ചാക്കോച്ചനും അവിടെ ഇരുന്ന് വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓർത്തത് ജിഗർദണ്ടയുടെ കാര്യം. തൊപ്പിവാപ്പയുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ് ജിഗർദണ്ട. ഞാൻ ലാസ്റ്റ് ടൈം തൊപ്പിവാപ്പയിലേക്ക് വന്നപ്പം ഞാൻ ആൻസറിൻ്റെ കസിൻസിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിവൈനും ഡോൺ ചേട്ടനും അത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി അതും കൂടി നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 3 ജിഗർദണ്ടയും ഓർഡർ ചെയ്തു. ഈ ഷുഗർ പേഷ്യൻസ് ഉള്ളത് കൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോന്ന് വാങ്ങിക്കാണ്ടിരുന്നത് കേട്ടോ. ശരിക്കും ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയേ ഉള്ളൂ. ടേസ്റ്റ് വൈസ് നമുക്ക് ഒരാൾക്കും ഷെയർ ചെയ്യണമെന്ന് തോന്നില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതും നമ്മുടെ ഷീമാട്ടിയുടെ ഓപ്പോസിറ്റാണ്. നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് വന്നത് ഷീമാട്ടിയുടെ തൊട്ടപ്പുറത്തായിരുന്നു. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് തൊപ്പിവാപ്പ. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് Koi.in. അപ്പോൾ എറണാകുളത്തുള്ളവർ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ അറിവിൽ എറണാകുളത്ത് ഇവിടെ മാത്രമേ ഈ ജിഗർദണ്ട അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ചാക്കോച്ചനും കരഞ്ഞ് 1-2 ഡ്രോപ്സ് ജിഗർദണ്ട അടിച്ചു വിട്ടു.
ഇനിയും വേണമെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കുറച്ച് കോൾഡായിട്ടുള്ള ഐറ്റമാണ്, അപ്പോൾ അതുകൊണ്ട് അധികം കൊടുക്കാൻ നിന്നില്ല. കാരണം ഇനിയിപ്പോൾ ചുമയും കാര്യങ്ങളും വന്നാൽ പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അധികം ഇവിടെ നിന്ന് തിരിയാൻ പറ്റില്ല. തോമും പാശു ഹൈ ഓൺ എനർജിയിലാണ്. ഇനിയിപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും ഉറക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിതാ ഇവിടെ നിന്ന് വേഗം ഇറങ്ങി. നിങ്ങൾക്ക് സ്പോട്ട് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. നല്ല ട്രാഫിക്കിൻ്റെ സമയമാണ്. അപ്പോൾ ഞങ്ങൾ കാർ പാർക്കിങ്ങിൽ നിന്ന് തന്നെ പിള്ളേരെ ഫ്രഷപ്പ് ആക്കി, ഡ്രസ്സൊക്കെ മാറി, ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഉറങ്ങാനുള്ള സെറ്റപ്പിലേക്ക് ആക്കി. പാലൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നു. നമ്മളിതേ തൃശ്ശൂർക്കുള്ള യാത്ര തുടങ്ങുകയാണ്. കുറച്ചെത്തിയപ്പോഴത്തേക്കും ആദ്യം തോമു സൈഡായി. അത് കഴിഞ്ഞ് ചാക്കോച്ചനും മമ്മിയും ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ പാച്ചു ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഡിവൈനും കുറച്ച് നേരം ഒന്ന് ഉറങ്ങിപ്പോയിട്ടോ. ഞാനിങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ്. ഡാഡിയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങി. ആകെ മൂകതയായി വണ്ടിയിൽ. എല്ലാവരും നല്ല ടയേർഡാണ്. വീട്ടിലെത്തി എങ്ങനെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊരു ചൂട് കോഫിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ എല്ലാവരുടെ കയ്യിലും കുട്ടികളാണ്. ഇനിയിപ്പോൾ എവിടെയെങ്കിലും നമ്മൾ ഇറങ്ങിയാൽ അവർ എണീറ്റാൽ പിന്നെ പണിയാവും. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. കാർ അവിടെ കിടക്കുകയാണല്ലോ, അപ്പോൾ കാർ എടുത്തിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ ഡാഡീനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഡാഡി കാറും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അതാണ് പ്ലാൻ. അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ രാവിലെ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടി വന്ന പോലെയായി. അപ്പോഴേക്കും ചാക്കോച്ചനൊന്ന് ഉണർന്ന് കരച്ചിലായി. അപ്പോൾ വേഗം ഡോൺ ചേട്ടൻ ചാക്കോച്ചനുള്ള പാലൊക്കെ എടുത്ത് തന്നു. തോമു ഡിവൈൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഡിവൈന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ കയ്യിൽ നമ്മുടെ പാച്ചു, മമ്മിയുടെ കയ്യിൽ ഇതേ ചാക്കോച്ചനും ഇരിക്കുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന വഴി നമ്മുടെ I-20 ഓട്ടോ ഹബിൽ ഡ്രോപ്പ് ചെയ്യുകയാണ്. കാറൊന്ന് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഇന്നിട്ട് കൊടുത്താൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും വാഷ് ചെയ്ത് കിട്ടും. അപ്പോൾ ഡാഡി കാറൊക്കെ ഡ്രോപ്പ് ചെയ്ത് കീ ഒക്കെ കൊടുത്ത് നമ്മുടെ വണ്ടിയിലേക്ക് വീണ്ടും കയറുകയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. ഇനി വേറെ എവിടെയും സ്റ്റോപ്പില്ല. അങ്ങനെ ഇവിടെ എത്താറാകുമ്പോഴത്തേക്കും എല്ലാവരും ഉറങ്ങി വീണു കേട്ടോ. ഞാനിങ്ങനെ കണ്ണു മിഴിച്ചിരിക്കുകയാണ്. വീടെത്താറായി. പൂച്ചെട്ടി, ഭാവൻസ് വീടെത്തി. ഡാഡി ഡോറ് തുറക്കാൻ പോയി, ഗേറ്റ് തുറക്കാൻ പോയി. അങ്ങനെ കടന്നു. ഇനിയിപ്പോൾ ആകെയുള്ള ടാർഗറ്റ് പിള്ളേരെ 3 പേരെയും അനക്കാതെ ഉറക്കത്തുനിന്ന് വിളിക്കാതെ കൊണ്ട് കെടുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരെ ലഗേജൊന്നും എടുത്തിട്ടില്ല, നേരെ പാച്ചുവിനെയും കൊണ്ട് റൂമിലേക്ക് വന്ന് അവനെ കൊണ്ട് കിടത്താൻ പോവാണ്. ആ സമയത്ത് ഡോൺ ചേട്ടൻ ചാക്കോച്ചനെയും ഡിവൈൻ തോമുവിനെയും കിടത്താനായിട്ട് മുകളിലേക്ക് കൊണ്ടുപോയിട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഡാഡിയും മമ്മിയും ഇറങ്ങി വരുന്നത്. മമ്മി വരുന്ന വരവ് കണ്ടു, അതിൽ തന്നെ ഉണ്ട് എല്ലാം, ഒന്നും പറയണ്ട. നല്ല ക്ഷീണമാണ് ഉറക്കത്തിൻ്റെയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മമ്മിക്ക് ഒട്ടും വയ്യായിരുന്നു. ഡാഡിക്ക് പിന്നെ പാച്ചുവിൻ്റെ പുറകെ ഓടിയിട്ടുള്ള ക്ഷീണമാണ്. ശരിക്കും ടയേർഡായി കേട്ടോ. പാച്ചുവിനെ ഞാൻ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചു. ഡാഡി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് എണീക്കാൻ, ഡാഡീനെ ഇവിടെ കെടുത്താനായിട്ട്. അങ്ങനെ ഡാഡി ഫ്രഷായി വന്ന് ഡാഡീനെ അടുത്ത് കെടുത്തിയിട്ട് ഞാൻ വേഗം കിച്ചണിലേക്ക് പോയി. അപ്പോഴേക്കും ഡിവൈൻ ചാക്കോച്ചൻ്റെയും തോമുവിൻ്റെയും ബോട്ടിലൊക്കെ വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പാച്ചുവിൻ്റെ ബോട്ടിലൊക്കെ ഞാൻ അവിടെ വാഷ് ചെയ്യാനായിട്ട് വെച്ചു. അവൻ്റെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. സമയം നോക്കി വേഗം. ഇനിയിപ്പോൾ അധികം നേരമില്ല, എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. ഫ്ലാസ്കിലേക്ക് ചൂടുവെള്ളമൊക്കെ നിറച്ച് വെച്ചു. പാല് മിക്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വെച്ചു. ഇനി വേഗം ഒന്ന് കുളിക്കണം. അങ്ങനെ കുളിച്ചു വന്നു. ഞാൻ കുളിക്കാൻ കയറിയതും പാച്ചു കരഞ്ഞ് എണീറ്റു. ഡാഡി അടുത്തുണ്ടായിരുന്നു, എന്നാലും അവൻ എണീറ്റു. അതേ സൈഡിൽ കിടക്കാൻ. ഇനി ഉറക്കത്തിൽ നിന്ന് എണീറ്റാൽ പണിയാണ്. അപ്പോൾ അതുകൊണ്ട് വേഗം ഞാനും കിടക്കാൻ പോവാണ്. അവിടെ പുറത്ത് ഡാഡി മമ്മിയും ഉണ്ട്. ഡിവൈനും ഡോൺചേട്ടൻ മുകളിൽ കയറി കട്ടൻ കാപ്പിയൊക്കെ വെച്ച് കുടിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ഡേ നമ്മളിവിടുന്ന് ഒരു 11:15 ആയപ്പോഴത്തേക്കും ഇറങ്ങി. ഇപ്പോൾ കറക്റ്റ് 11:15 ആവാൻ പോകുന്നു ക്ലോക്കിൽ. അതുവരെ ഇന്ന് ഞങ്ങൾ ചെയ്ത കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടണം. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നുള്ളതാണ്. ഇന്ന് എഡിറ്റ് ചെയ്യണം എന്നുണ്ട്. അത് എത്രത്തോളം നടക്കും എന്നുള്ളത് അറിയില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ എന്താ പറയുക, ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. ഇന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അതിനറിയാം. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്
ചെയ്തത്. പക്ഷെ അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ക്രെഡിറ്റ് മുഴുവൻ ഡാഡിക്കും മമ്മിക്കും കൊടുക്കാം കേട്ടോ. കാരണം വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിയാമായിരുന്നു. ഞങ്ങളെക്കാളും ടയേർഡാണ് അവർ. പ്രത്യേകിച്ച് മമ്മിക്കൊന്നും ഒട്ടും വയ്യായിരുന്നു. പിന്നെ മമ്മിയുടെ ഐഡിയ ആയിരുന്നത് കൊണ്ടും ഈ ടിക്കറ്റ്സ് ഓൾറെഡി ബുക്ക് ചെയ്തത് കൊണ്ടും ലാസ്റ്റ് മിനിറ്റ് ഇനി മമ്മിക്ക് വയ്യാന്നുകൊണ്ട് ഒഴിയണ്ട എന്ന് വിചാരിച്ചിട്ട് മമ്മി കൂടെ വന്നതാണ്. ഞങ്ങൾ പലവട്ടം ചോദിച്ചതാണ് ഇന്ന് പോകണ്ടെങ്കിൽ പോകണ്ട, ഓക്കെ ആയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴും മമ്മി പറഞ്ഞേ കുഴപ്പമൊന്നുമില്ല നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഒട്ടും വയ്യായിരുന്നു മമ്മിക്ക്. ഡാഡിക്ക് പോകുമ്പോൾ ഉഷാറായിരുന്നു, പക്ഷെ വരുമ്പോഴത്തേക്കും ബാറ്ററിയൊക്കെ വീക്കായി. കാരണം പാച്ചു അപ്പാപ്പനെ ശരിക്കും വട്ടം ചുറ്റിച്ചു. അവൻ്റെ പുറകെ ഫുള്ള് ഡാഡി തന്നെയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അവനെച്ചാൽ പുറത്ത് പോയി അപ്പാപ്പനോടാണ് ഇഷ്ടം. കാരണം അപ്പാപ്പൻ കൊണ്ട് നടക്കുമല്ലോ. ഞാനങ്ങനെ കുറേ ദൂരത്തേക്കൊന്നും കൊണ്ട് നടക്കില്ല. അപ്പാപ്പൻ ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കും. അപ്പോൾ അതുകൊണ്ട് ഫുൾ ടൈം അപ്പാപ്പൻ്റെ കൈ പിടിച്ച് കുറേ ഒക്കത്തുമൊക്കെ ആയിരുന്നു. രണ്ടുപേരും സൂപ്പർ ടയേർഡായി. ഞങ്ങളോ ഇത്രയും ടയേർഡാണെങ്കിൽ അവർ അതിനപ്പുറം ടയേർഡായിട്ടുണ്ടാവും. പക്ഷേ ഫൈനലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കുട്ടികൾ ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും എൻജോയ് ചെയ്ത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്കായിട്ട് അവർ കുറച്ച് വലുതാവുമ്പം അവരുടെ ഇങ്ങനെ അവരാദ്യമായിട്ട് ട്രെയിനിൽ പോയത്, ബസ്സിൽ പോയത്, ഇങ്ങനെ അവരുടേതായ എക്സ്പീരിയൻസ് അവർക്ക് ഇങ്ങനെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആയിട്ട് ഒരുപാട് നമുക്കിങ്ങനെ അവർക്ക് നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കി കൊടുക്കാം. ഞങ്ങളുടെ പാരൻസ് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇവർക്കും ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. നമുക്ക് ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ എല്ലാവർക്കും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നിസ്സാരമായ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുത്ത് നമ്മുടെ പിള്ളേരെ സന്തോഷിപ്പിക്കുക. അത് കുറേ നാൾ കഴിയുമ്പോൾ അവർ ഓർത്ത് പറയുമ്പോൾ അത് ഒരു അവർക്കും സന്തോഷമാണ്, നമുക്കും അത് കേൾക്കുമ്പോൾ നമ്മളത് ചെയ്ത ഒരു ചെറിയൊരു കാര്യം അവർക്ക് ഇത്രയും അവരുടെ മനസ്സിൽ സന്തോഷം ആയല്ലോ എന്നുള്ള ഒരു നല്ലൊരു ഫീലിംഗ് നമുക്ക് തോന്നും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.